നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ബാഴ്സലോണയിൽ പോയി കളിച്ചത് എനിക്ക് പറ്റിയ അബദ്ധമാണ്, തെറ്റാണ്. ഞാൻ അതിന് നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ഓ, ആന്റോയിൻ ഗ്രീസ്മാൻ മെട്രോപൊളിറ്റനോയിലെ തൻ്റെ അവസാന മത്സരം കളിച്ച് അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകരോട് പറയുകയാണ്, ഞാനൊന്ന് ഇടയ്ക്ക് ബാഴ്സയിൽ പോയി, അതെനിക്ക് പറ്റിയ തെറ്റാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ മാപ്പ് ചോദിക്കുന്നു നിങ്ങളോടെന്ന്. അല്ലെങ്കിലും ബാഴ്സയ്ക്ക് ഇത് കിട്ടണം. അത് ജോസഫ് മരിയോ ബർത്തോമിയോ എന്ന കോച്ചിൻ്റെ പരിപാടിയായിരുന്നു. നെയ്മർ ജൂനിയറെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ലയണൽ മെസ്സി നന്നായിട്ട് പുഷ് ചെയ്യുന്ന ഘട്ടത്തിൽ അതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് അന്ന് ആന്റോയിൻ ഗ്രീസ്മാനെ കൊണ്ടുവന്നത്. ഇപ്പോൾ ഗ്രീസി പറയുന്നു, ഞാൻ അന്ന് അവിടെ പോയി കളിച്ചത് തെറ്റായിരുന്നു എന്ന്. എങ്ങനെയുണ്ട്? ഇത് തന്നെ കിട്ടണം. ഏതായാലും ഇന്നലെ ജിറോണക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിച്ചു. ലുക്മാനാണ് ആ ഗോൾ അടിച്ചത്. അത് മെട്രോപൊളിറ്റനോയിലെ ഗ്രീസിയുടെ അവസാന കളിയാണ്. അദ്ദേഹം ആരാധകരോട് സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത്. എന്തായാലും 2014 റയൽ സോസിഡാഡിൽ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ഗ്രീസ്മാൻ എത്തിയത്. 5 വർഷം അവിടെ കളിച്ച് 2019 ബാഴ്സയിലേക്ക് പോകുന്നത്. 3 സീസണാണ് ബാഴ്സയിൽ കളിച്ച്, 2019 മുതൽ 2022 വരെ. അതിനുശേഷം വീണ്ടും അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ഒരു സീസണിൽ ലോണിൽ പോയിട്ട് പിന്നെ പെർമനൻ്റായി. 2021 മുതൽ അത്ലറ്റിക്കോ മാഡ്രിഡിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിനൊപ്പം കളിച്ചിട്ട് ചാമ്പ്യൻസ് ലീഗോ അതുപോലെ തന്നെ ലലീഗയോ ഒന്നും നേടിയിട്ടില്ല എന്നുള്ളതാണ്. ബാഴ്സയിൽ കളിച്ചപ്പോഴും അതൊന്നും അദ്ദേഹത്തിന് നേടാൻ പറ്റിയിട്ടില്ല. ബാഴ്സയിൽ കളിച്ചപ്പോൾ കോപ്പ ഡെൽ റേ മാത്രമാണ് അദ്ദേഹം നേടിയിരുന്നത്. ഏതായാലും അത്ലറ്റിക്കോ മാഡ്രിഡിൽ വെച്ച് സൂപ്പർ കോപ്പ ഡി എസ്പാന, യുവേഫ യൂറോപ്പ ലീഗ്, യുവേഫ സൂപ്പർ കപ്പ് ഇങ്ങനെയുള്ള കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. എന്തായാലും ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ലാലീഗയോ ചാമ്പ്യൻസ് ലീഗോ നേടാൻ പറ്റിയില്ല. ലാലീഗ അദ്ദേഹം ബാഴ്സയിലേക്ക് പോയ സമയത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന കാര്യം കൂടി ഓർക്കുക. ഏതായാലും ആന്റോയിൻ ഗ്രീസ്മാൻ്റെ വാക്കുകൾ നോക്കുക. അദ്ദേഹം പറയുന്നു, ഫോർഗീവ് മീ, ഞാൻ ഈ മാപ്പ് ചോദിക്കുമ്പോൾ നിങ്ങളിൽ പലരും എനിക്ക് നേരത്തെ തന്നെ മാപ്പ് തന്നിട്ടുണ്ടാവും, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, എന്നോട് എനിക്ക് മാപ്പ് നൽകുക. ഞാൻ ആ സമയത്ത് അങ്ങനെ ഒരു തെറ്റായ തീരുമാനമെടുത്തു. അന്ന് എനിക്ക് പ്രായക്കുറവായിരുന്നല്ലോ, അപ്പോഴാണ് ഞാൻ ആ തെറ്റായ തീരുമാനമെടുത്ത് ബാഴ്സലോണയിലേക്ക് പോയത്. അതൊരു തെറ്റായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എനിക്കിവിടെ തന്നുകൊണ്ടിരുന്ന സ്നേഹം അപ്പം എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അന്ന് തെറ്റ് മനസ്സിലാക്കിയ ഉടനെ തിരികെ വരാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തിരുന്നു. ഇവിടെ എത്തി വീണ്ടും എൻജോയ് ചെയ്യുകയാണ് ചെയ്തത്. ഏതായാലും ഇവിടെ ഞാൻ ലാലിഗയോ UCL ഒന്നും നേടിയില്ല, പക്ഷേ നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലുത് എന്നുകൂടി ഗ്രീസ്മാൻ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.